ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ തയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫ്ലവർ പാറ്റേണിൽ നമ്മൾ പലതരം സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. എന്നോട് 2-3 വട്ടമായി യൂട്യൂബിൽ ചോദിക്കുന്നു, എങ്ങനെയാണ് നീഡിലിൽ സൂചി കോർക്കണേന്ന് കാണിച്ച് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് കിട്ടുന്നത്. ഈ കമ്പനി ആങ്കർ ത്രെഡാണ്. ഇതിന് പല വെറൈറ്റീസ് ഓഫ് ത്രെഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലത്തെ ത്രെഡ് നമ്മൾ ഇതുവരെ ഈ ഒരു ഏതെങ്കിലും ഒരു അറ്റം ഉണ്ടാകും, ആ ത്രെഡ് നമ്മൾ ഇതുവരെ വലിച്ചൂരിയെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് എന്തോരമാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ ത്രെഡിൻ്റെ ചുറ്റും ത്രെഡിന് നമുക്ക് 6 സ്ട്രാൻഡ്സ് ഉണ്ടാകും. ഈ 6 സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡൗട്ടാണ്. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 6 ത്രെഡ്സ് ഉണ്ടാകും. അപ്പോൾ ഈ 6 ത്രെഡ്സ് നമ്മൾ എല്ലാ സ്റ്റിച്ചസിനും യൂസ് ചെയ്യത്തില്ല. ചില സ്റ്റിച്ചസിന് 6 സ്ട്രാൻഡ്സ് തന്നെ അതിപ്പടി ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യും. ചിലതിന് 2 എടുക്കുകയുള്ളൂ, ചിലതിന് 1. ഇപ്പോൾ ഷാഡോ വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ 1 സ്ട്രാൻഡ് എടുത്ത് തയ്ക്കുവാണെങ്കിൽ അത്ര നല്ലത്. അപ്പം നമ്മൾ 2ഉം 3ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ എന്തോരം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരറ്റത്തിൽ എന്തോരം ത്രെഡാണ് വേണ്ടത്, ഇപ്പോൾ 3 സ്ട്രാൻഡ്സാണ് വേണ്ടതെങ്കിൽ 3 സ്ട്രാൻഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ വലിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ എത്ര സ്ട്രാൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ പിടിച്ചിട്ട് മറ്റേ ത്രെഡ് ഇങ്ങനെ നമ്മൾ വലിച്ചേച്ചാൽ മതി. അത് ഊരിപ്പോന്നുള്ളൂ. നമുക്കിങ്ങനെ ഊരിക്കിട്ടും. അത് ഊരിക്കിട്ടിയ ശേഷം നമ്മൾ സൂചിയിലോട്ട് കോർക്കുക. അപ്പം ഇതിപ്പം ഒരു കുഞ്ഞു ഹോളല്ല, ഐ ഹോളുള്ള ഒരു സൂചിയാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നീഡിൽ കോർക്കണമെങ്കിൽ നീഡിലിൻ്റെ ഉള്ളിലോട്ട് കോർക്കണമെങ്കിൽ ത്രെഡ് നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ ഒത്തിരി കുഞ്ഞ് ഹോളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ത്രെഡ് നനച്ചു കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് കയറും. ഇങ്ങനെ സ്പ്ലിറ്റായിരിക്കുന്നത് ഒന്ന് ഒട്ടി വെക്കുവാണെങ്കിൽ, വെള്ളം വെച്ച് നനച്ചൊട്ടിച്ച് വെക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറ്റുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കയറി കിട്ടും. ഇതിങ്ങനെയാണ് നീഡിലിൽ ത്രെഡ് കോർക്കുക. അപ്പോൾ ഇത് കോർത്തതിന് ശേഷം ഏറ്റവും താഴെ നമ്മളിതിൻ്റെ താഴെ ഇങ്ങനെയൊന്ന് ചുറ്റിയിട്ട് ത്രെഡൊന്ന് ഫിംഗറിൽ ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ താത്തിയാൽ മതി. നമുക്ക് ത്രെഡിൻ്റെ നോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നോട്ട് ഇട്ടു. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം ഈ ഡിസൈൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പല സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഈ എല്ലാ തണ്ടും സ്റ്റെംസും നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തന്നെ വെച്ച് തയ്ക്കാം. ഈ സെയിം സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ നമുക്ക് ലീഫും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ലീഫ് ഫില്ല് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ലീഫ് ഫില്ല് ചെയ്യുമ്പം നമ്മൾ യൂഷ്വലി സ്റ്റെം സ്റ്റിച്ച് വെച്ച് ലീഫ് ഫില്ല് ചെയ്യണത് ഇങ്ങനത്തെ ലീവ്സിനല്ല, വലിയ ലീവ്സ് ഇങ്ങനെ നീണ്ട് ഇരിക്കുന്ന ലീവ്സിലാണ് നമ്മൾ യൂഷ്വലി സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് ഫില്ല് ചെയ്യാൻ പോണത്. അപ്പം ഇതിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തയ്ക്കുന്നതാണ്. ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞതായിട്ട് നമ്മൾ എടുക്കുക. സാധാരണ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ ഇത്തിരി ഡിസ്റ്റൻസ് എടുത്തിട്ട് ആദ്യം എടുത്തതിൻ്റെ അടുത്തോട്ട് നമ്മൾ കുത്തിയെടുക്കുന്നു. ഇങ്ങനെ ഇതുമാതിരി. ഇതിപ്പോൾ ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുമ്പോൾ 2 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. ഇത് ഞാനിവിടെ 3 സ്ട്രാൻഡ്സ് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സൊക്കെ ഞാൻ 6 സ്ട്രാൻഡ്സും 12 സ്ട്രാൻഡ്സൊക്കെ യൂസ് ചെയ്താണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ 12 സ്ട്രാൻഡ്സ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ എൻഡ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരാം. അല്ലെങ്കിൽ ഇതിവിടെ എൻഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മേളിൽ നിന്ന് താഴത്തോട്ടും നമുക്ക് വരാം. ഇവിടെ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളൊന്ന് ഫ്രെയിം റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലീഫിൻ്റെ ഔട്ടർ പോർഷൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ഉള്ളിലോട്ട് നമ്മൾ തയ്ക്കുകയാണ്. വീണ്ടും ഇതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ തയ്ക്കുകയാണ്.
ഇപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞു. ഇതുവരെ ബാക്കിത്തെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റെമ്മും ലീഫും അതുപോലെ തന്നെ ദേ ഒരു ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വെച്ച് ഈ ഫ്ലവർ തയ്ക്കണതെന്ന് നമുക്കിനി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഫ്ലവറാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഓപ്ഷണലാട്ടോ, നടുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ തയ്ച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒന്നും തയ്ക്കേണ്ട. അതും അല്ലെങ്കിൽ ബീഡ് വെക്കാം നമുക്ക്. അപ്പം ഞാൻ ആദ്യം ഈ കളർ ത്രെഡും കൊണ്ട് തന്നെ, സെയിം ത്രെഡും കൊണ്ട് തന്നെ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യുക. 2 ചുറ്റിയിട്ടാണ് ഞാൻ താത്തുന്നത്, കുറച്ച് എംപോസ് ചെയ്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ തീരെ കുഞ്ഞിതായി പോകും. അപ്പോൾ 2 ചുറ്റിയിട്ടാണ് ഞാൻ താത്തുന്നത്. അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എടുക്കാം. ഈ നോട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുത്തിയെടുക്കുകയാണ്. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് താത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ താത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആവുമ്പോൾ നമ്മൾ സൂചി ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ ഹാഫ് പോർഷനിൽ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി വലിച്ച് താത്തണ്ട, ഇങ്ങനെയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ എടുക്കുന്നത്, ഇത് തന്നെയാണ്. ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമ്മൾ താത്തിയിട്ട് ആ ലൂപ്പ് മുഴുവനും താന്ന് പോണതിന് മുമ്പ് കുത്തിപ്പൊക്കി എടുക്കണു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹാഫ് പോർഷൻ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ചും കൊണ്ട് ഫ്ലവർ അല്ലെങ്കിൽ ഫ്ലവർ റോസസ് എന്ന് പറയാം, റോസസ് തയ്ക്കുന്നത്. അടുപ്പിച്ച് തയ്ച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഒത്തിരി വലിയ സ്റ്റെം തയ്ക്കാണ്ട്. അതിപ്പം നമ്മൾ ഫ്ലവർ തയ്ക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റെംസ് തയ്ക്കണമെങ്കിലും ലീഫ് തയ്ക്കണമെങ്കിൽ എന്തിനായാലും സ്റ്റെം സ്റ്റിച്ച് ഒത്തിരി ദൂരത്തെടുക്കാണ്ട് ഒത്തിരി ഡിസ്റ്റൻസിലെടുക്കരുത്. കുറച്ച് തുണിയായിട്ട് എടുത്താൽ അത്ര നല്ലത്. അപ്പോൾ ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് അതിങ്ങനെ തയ്ച്ച് പോയേച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഈ സർക്കിൾ തയ്ച്ച അത്രയും ഭാഗവും നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇനി അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ നമുക്ക് ഫുള്ളും ഈ റൗണ്ടും ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിത്തെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളും റൗണ്ട്സും നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ഫ്ലവർ തയ്ക്കാനാണ് പോകുന്നത് നമ്മൾ. അതുപോലെ തന്നെ ഈ ഫ്ലവറും. അപ്പോൾ ഈ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത് നമ്മൾ 3 സ്റ്റിച്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ട്, ഇവിടെ തയ്ച്ചിരിക്കുന്ന സ്ക്രോൾ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ 3 സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തയ്ക്കാനായിട്ട് നമുക്ക് 3 സർക്കിൾസ് വേണം. ഈ സർക്കിൾ പോർഷനിലാണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. ആദ്യം നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 6 സ്ട്രാൻഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 4 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഞാൻ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ട് നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്പേസ് വിട്ടിട്ടാണ്, ഒത്തിരി അകത്തും ചെയ്യരുത്. ഇങ്ങനെ എടുക്കുന്നു, ത്രെഡ് താഴത്തേക്കൂടെ, നീഡിൽ താഴത്തേക്കൂടെ, എന്നിട്ട് വലിച്ചെടുക്കുന്നു.
ഇപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് തീർന്നു. ഇനിയിപ്പം ഇവിടെ ജോയിൻ ചെയ്യണമല്ല, ഫസ്റ്റ് സ്റ്റിച്ചിലുമായിട്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് താഴത്തെ നോട്ട് ഇട്ടിട്ട് വേറെ കളർ ത്രെഡ്, ഈ കളറിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് താഴെ കെട്ടിടാം. അപ്പോൾ ഇനി നമുക്ക് സ്ക്രോൾ സ്റ്റിച്ച് കാണാം. ഇനിയിപ്പോൾ നമ്മൾ സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഈ കളർ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 12 സ്ട്രാൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് 2 ഇഴ എടുത്തിട്ട് 2 വട്ടം ഇങ്ങനെ എടുത്തിട്ട് താഴെ നോട്ടിടുക, ഒരുമിച്ച് നോട്ടിടുക. അപ്പോൾ നമുക്ക് 12 സ്ട്രാൻഡ്സ് കിട്ടും. അപ്പോൾ ഈ 12 സ്ട്രാൻഡ്സും കൊണ്ടാണ് നമ്മൾ സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമ്മൾ മേലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ പിടിക്കാം. ഇവിടുന്ന് ഞാൻ എടുക്കുന്നു. ഇനി താഴത്തോട്ടാണ് പോണേ. അപ്പോൾ ത്രെഡ് എപ്പോഴും താഴെ വയ്ക്കുക, മേലിലല്ല. സാധാരണ നമ്മളിങ്ങനെ ചെയിനൊക്കെ തയ്ക്കുമ്പോൾ മേലിലാണ്, ഇത് താഴെ വയ്ക്കുക. താഴത്തോട്ട് വെച്ചിട്ട് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ഇതിനെ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക. അതുപോലെ തന്നെ ചുറ്റി മേളിൽ വന്ന് ഒരു റൗണ്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ത്രെഡ് വലിക്കുക. ഇത് ത്രെഡ് ഒത്തിരി മുറുക്കെ വലിക്കരുത്. സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ പയ്യെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഇനിയും വീണ്ടും മേളിലോട്ട് ത്രെഡ് വെക്കരുത്, താഴെയായിരിക്കണം. എന്നിട്ട് അടുത്ത സ്ഥലത്തുനിന്ന് വീണ്ടും ചെരിച്ച് ഞാനിവിടെ കുത്തുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തിപ്പോയാൽ മതി. ചെരിച്ച് കുത്തുന്നത് ഈ സർക്കിൾ റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങുമ്പോൾ നമ്മുടെ ഫ്രെയിമും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും. ഇനി ഇവിടുന്ന് ഇതുപോലെ തന്നെ താഴത്തോട്ട് വയ്ക്കുമ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇത് എടുക്കാണ്ട് അടുത്ത് തന്നെ തൊട്ട് മുമ്പേ തന്നെ നീഡിലെടുക്കണം, അല്ലെങ്കിൽ അത് ആയിട്ട് കുത്തിയെടുക്കരുത്. സ്ക്രോൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിട്ട് സ്ക്രോൾ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇങ്ങനെ പിരിഞ്ഞായിരിക്കും ഇതിൻ്റെ വർക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഇപ്പോൾ ഈ ബോർഡറൊക്കെ ആയിട്ട് ടവലിൻ്റെയൊക്കെ ബോർഡറിൽ തയ്ക്കാനായിട്ട്, ഹാൻഡ് ടവലിൻ്റെയൊക്കെ ബോർഡറിൽ തയ്ക്കാൻ നല്ലൊരു സ്റ്റിച്ചാണിത്. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ സ്റ്റിച്ച് വെച്ച് തയ്ച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. അതിപ്പം 6 സ്ട്രാൻഡ്സോ അല്ലെങ്കിൽ 8 സ്ട്രാൻഡ്സോ അങ്ങനെ നമ്മുടെ എംബോസിങ് എന്തോരം വേണമെന്ന് വെച്ച് അത്രയും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 6 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് യെല്ലോ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ, 2 ചുറ്റുന്നില്ല, ഓൺലി 1 ടൈം. ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ടാണ് ഞാൻ താത്തുന്നത്. അപ്പോൾ ഇത്
നമുക്ക് തടിപ്പ് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം ഇവിടെ തയ്ക്കുന്നത് നോട്ടുകളും അപ്പുറം തയ്ച്ച പൂവിൻ്റെ നോട്ടിൻ്റെയും സൈസ് നിങ്ങൾക്ക് ഡിഫറൻസ് കുറച്ച് ഫീൽ ചെയ്യും. അപ്പോൾ അപ്പുറം തയ്ച്ചിരിക്കുന്നത് ഞാൻ 8 സ്ട്രാൻഡ്സ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 6 സ്ട്രാൻഡ്സ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തോരം എംപോസിങ്ങാണ് നമുക്ക് വേണ്ടേ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ത്രെഡിൻ്റെ നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. 8 സ്ട്രാൻഡ്സ് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ 4 സ്ട്രാൻഡ്സ് എടുത്തിട്ട് അങ്ങ് 2ആയിട്ട് മടക്കിയിട്ട് അറ്റം കെട്ടുവാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് നമുക്ക് ഈ 3 ലാസ്റ്റ് ടൈംസിൻ്റെയും ചുറ്റും നമുക്ക് തയ്ക്കാം. കുഞ്ഞു കുഞ്ഞതായിട്ട് തയ്ച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഓവറോൾ എങ്ങനെയാണ് ഈ ഡിസൈൻ ഇരിക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്ക്രോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മളിവിടെ ഈ പാറ്റേൺ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രോൾ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സും എല്ലാം കൊണ്ടും നല്ല ഭംഗിയിൽ ഈ പാറ്റേൺ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.